نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا أنعمنا على الإنسان أعرض ونأى بجانبه وإذا مسه الشر فذو دعاء عريض. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൃഷ്ടാവും നിയന്താവും രക്ഷകനുമായ നമ്മെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന അല്ലാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരങ്ങളെ, പല രീതിയിലുള്ള ഭയാശങ്കകൾക്ക് നടുവിലാണ് ഇന്ന് നമ്മൾ ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമായ ചിന്തകൾ കൊണ്ട് മനുഷ്യന്റെ മനസ്സിനെ മുരടിപ്പിക്കാനുള്ള ബോധപൂർവമായ ഗൂഢനീക്കങ്ങൾ നിരന്തരം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊക്കെ മക്കളുള്ളവരാണ്, ഭാര്യയും കുടുംബമുള്ളവരാണ്. നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ചില ചിന്തകളുണ്ട്. എന്റെ മകൻ വളർന്ന് വലുതാവുന്ന ഘട്ടത്തിൽ ആ മകൻ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയാശങ്ക അല്ലെങ്കിൽ ആദി ചില രക്ഷിതാക്കളെങ്കിലും അത്തരത്തിലുള്ള പേടികൾ പിടികൂടുന്നുണ്ട്. ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്ന വളരെ ഭയാശങ്കമായിട്ടുള്ള വാർത്തകൾ കേൾക്കുന്ന ഘട്ടത്തിൽ എന്റെ മകൻ ലഹരിക്ക് അടിമപ്പെട്ടു പോകുമോ, എന്റെ മകൻ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ, നമ്മൾ അനുഭവിക്കുന്ന ആധിയാണിത്. കച്ചവടം ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ സംഖ്യ ക്യാപിറ്റേഷൻ മുതൽ മുടക്കിക്കൊണ്ടാണ് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കച്ചവടം എങ്ങാനും നഷ്ടത്തിലാകുമോ എന്നുള്ള പേടി. മകളെ കല്യാണം കഴിച്ചുവിടാൻ സമയമായിട്ടുണ്ട്. എന്നാൽ കല്യാണം കഴിച്ചുവിടുന്ന എന്റെ മകൾ, അവൾ കല്യാണം കഴിക്കപ്പെടുന്ന വീട്ടിൽ അവനെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കൻ അവളെ മാന്യമായി നോക്കുമോ എന്നുള്ള പേടി, അല്ലെങ്കിൽ സംരക്ഷിക്കുമോ എന്നുള്ള പേടി. ഗൾഫിലുള്ള
മകൻ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ള പേടി അല്ലേ? കുറെ കാലമായിട്ട് മക്കളെ വളർത്തുകയാണ്. അങ്ങനെ ഗൾഫിലേക്കൊരു വിസ കിട്ടി പോയതാണ്. അത്യാവശ്യം ജോലിയിലെത്തിയിട്ടുണ്ട്. പക്ഷെ പേടി എന്താണ്? എപ്പോൾ വേണമെങ്കിലും ആ ജോലി അവസാനിപ്പിച്ചവൻ നാട്ടിൽ വന്നേക്കാം. അതുപോലെ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം കർഷകൻ പേടിക്കുകയാണ്. എന്താ പേടിക്കുന്നത്? കൃഷി ഇറക്കിയിട്ടുണ്ട്, എല്ലാ സൗകര്യങ്ങളും കൃഷിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷെ വിളവെടുപ്പ് നടത്തുന്ന സമയത്ത് അതൊരു കാറ്റ് മുഖേന അല്ലെങ്കിൽ പേമാരി മുഖേന ഒന്നായിട്ട് നശിപ്പിക്കപ്പെടുമോ എന്നുള്ള ആദി, അങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ ചുറ്റുപാടെന്ന് കേൾക്കുമ്പോൾ, കാലിഫോർണിയയിലും ലോസ് ആഞ്ചൽസിലും തീ കത്തിപ്പടരുമ്പോ അത്തരത്തിലുള്ള തീ നമ്മുടെ നാട്ടിലെങ്ങാനും പ്രത്യക്ഷപ്പെട്ടാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്നുള്ള ആദി, സ്നേഹത്തോടുകൂടി ഞാൻ പെരുമാറുന്ന എന്റെ ഭാര്യ വാർദ്ധക്യ ഘട്ടത്തിലെത്തുമ്പോ എന്നെ സംരക്ഷിക്കുമോ എന്നുള്ള പേടി, ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന പേടികളാണ്. പേടിപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. മനുഷ്യന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ഖൽബ് എന്നുള്ള പദത്തിന്റെ അർത്ഥം തന്നെ എന്താണ്? ഇളകി മറിയുന്നത് എന്നാണ്. ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ വന്ന് ഭവിക്കുകയാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ആശങ്കകൾക്കെല്ലാം നമുക്ക് എന്താണ് പരിഹാരം? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു, വഇദാ അൻഅംനാ അലൽ ഇൻസാൻ അഅറള വനആ ബിജാനിബിഹി വഇദാ മസ്സഹു ശർറു ഫദൂ ദുആഇൻ അരീള്. സൂറത്ത് ഫുസ്സിലത്തിലെ 51-ാമത്തെ വചനമാണ്. നാം മനുഷ്യന് അനുഗ്രഹം ചെയ്താൽ അവനതാ പിന്തിരിഞ്ഞ് കളയുകയും അവന്റെ പാട്ടിന് മാറിക്കളയുകയും ചെയ്യുന്നു. അവന് തിന്മ ബാധിച്ചിട്ടുണ്ടെങ്കിലോ അവനതാ നീണ്ട പ്രാർത്ഥനക്കാരനായിത്തീരുന്നു. അനുഗ്രഹങ്ങളെ നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അനുഗ്രഹം ആസ്വദിക്കുന്ന ഘട്ടത്തിലൊക്കെ ഇതെനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ദാതാവായ, എന്നെ അങ്ങേറ്റം സ്നേഹിക്കുന്ന അള്ളാഹുവിനു വേണ്ടി നന്ദി സൂചകമായി പ്രാർത്ഥിക്കാനും സുജൂദ് ചെയ്യാനും നമ്മൾ മറന്നുപോകുന്നു. നമ്മൾ അശ്രദ്ധയിലാണ്, അവഗണനയിലാണ്. എന്നാൽ ഖുർആൻ പറയുന്നു, അവന് വല്ല തിന്മയും ബാധിച്ചിട്ടുണ്ടെങ്കിലോ അവനതാ നീണ്ട പ്രാർത്ഥനക്കാരനായിത്തീരുന്നു. ഇന്നൽ ഇൻസാന ഖുലിഖ ഹലൂആ ഇദാ മസ്സഹു ശർറു ജസൂആ വഇദാ മസ്സഹുൽ ഖൈറു മനൂആ. മനുഷ്യന്റെ പൊതുവായിട്ടുള്ള സ്വഭാവം, മനുഷ്യൻ വളരെ ദുർബലനായ നിലയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾക്ക് എല്ലാറ്റിനുള്ള കപ്പാസിറ്റി അല്ലെങ്കിൽ എല്ലാറ്റിനുള്ള കഴിവുണ്ട്. എന്നാ മനുഷ്യ, നീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, സഹോദര, ഞാനും നിങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദുർബലാവസ്ഥയിലാണ്. ഇത് ഖുർആനാണ് പറയുന്നത്. മനുഷ്യൻ വളരെ ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അവന് ദോഷം സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ അക്ഷമനായിത്തീരുന്നു. ക്ഷമ എന്നുള്ള വാക്ക് തന്നെ അവന്റെ ഡിക്ഷണറിയിൽ ഇല്ലാത്ത രൂപത്തിലാണ്. എന്തെങ്കിലും പ്രയാസങ്ങൾ, ദോഷങ്ങൾ ബാധിച്ചാൽ അവൻ പെരുമാറുക. എന്നാൽ അവൻ ഗുണം സ്പർശിച്ചിട്ടുണ്ടെങ്കിലോ, ജീവിതത്തിൽ വല്ല നന്മയും ഗുണവും സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തടസ്സം വരുത്തുന്നവനായിത്തീരുന്നു. മന്നാ ഉൽ ഖൈർ, നന്മയെ മുടക്കുന്ന സ്വഭാവത്തിനുടമയായിട്ട് മനുഷ്യൻ മാറുന്നു. എന്നാൽ സത്യവിശ്വാസികൾ എന്താണ്? സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യബോധമുണ്ട്. വിശ്വാസം അവനെ വിമലീകരിക്കുന്നുണ്ട്, നന്നാക്കി തീർക്കുന്നു. ഇത് വിശ്വാസികൾക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഒരു ഖൈറാണ്. സഹോദരങ്ങളെ, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് ലഹും അജ്റുൻ ഗൈറു മംനൂൻ. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഹാമീം സജദ 8-ാമത്തെ വചനം, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ ആരോ അവർക്കാണ് മുറിഞ്ഞു പോവാത്ത പ്രതിഫലമുള്ളത്. സൽക്കർമ്മങ്ങൾ ചെയ്യുക, ആ സൽക്കർമ്മങ്ങൾക്ക് മുമ്പായിട്ട് നമ്മുടെ വിശ്വാസം, തൗഹീദ് ശരിപ്പെടുത്തുക. ശരിയായിട്ടുള്ള വിശ്വാസവും ശരിയായ കർമ്മങ്ങളും ഉണ്ടെങ്കിൽ മുറിഞ്ഞു പോവാത്ത പ്രതിഫലം
അവർക്കുണ്ട്, അതായത് അവർക്ക് നിർഭയത്തുണ്ട്. അതാണ് ഖുർആൻ കൃത്യമായിട്ട് സൂറത്ത് ഫുസ്സിലത്ത് 30-ാമത്തെ വചനത്തിൽ കൂടി അറിയിക്കുന്ന ഒരു സന്തോഷ വാർത്തയുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ പലവട്ടം കേട്ട ആയത്താണിത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. എന്താ ഈ ആയത്തിന്റെ അർത്ഥം? നമ്മൾ ഈ വിശ്വാസമുള്ളവരാണ്. എന്താ ഖുർആൻ പറയുന്നത്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിച്ച ആളുകൾ. ആ പ്രഖ്യാപനം ചില്ലറ പ്രഖ്യാപനമല്ല. എനിക്ക് അല്ലാഹു മതി, എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഉത്തരവാദി, എന്നെ നിരീക്ഷിക്കുന്നവനായ അല്ലാഹുവാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, തീർച്ചയായും എന്റെ രക്ഷിതാവ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറയുകയും സുമ്മ ഇസ്തഖാമു, പറഞ്ഞാൽ മാത്രം പോരാ സഹോദരങ്ങളെ, ഇസ്തിഖാമത്ത് വേണം, ചൊവ്വായിട്ട് നേരാവണ്ണം നിലകൊള്ളുകയും ചെയ്തിട്ടുള്ള ആളുകൾ. അവരുടെ പ്രത്യേകത എന്താണ്? തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ അടുക്കൽ മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നതാണ്. പരലോകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമല്ല, ദുനിയാവിലും അവരോട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ വേണ്ട, നിങ്ങൾ പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട. വഅബ്ശിറൂ ബിൽ ജന്ന, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ടിരിക്കുന്ന സ്വർഗത്തെപ്പറ്റി നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ സന്തോഷിച്ചുള്ള നിങ്ങൾക്ക് സ്വർഗമുണ്ട്. ഈ സ്വർഗത്തെ സംബന്ധിച്ച് സന്തോഷവാർത്ത അറിയിക്കുന്ന മലക്കുകൾ അവന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. എന്തായി പറഞ്ഞത്? അല്ലാഹുവിൽ ശരിക്കും വിശ്വസിക്കുകയും അത് പ്രഖ്യാപിക്കുകയും അതിന്റെ താൽപര്യമനുസരിച്ച് നേരായ മാർഗത്തിൽ ചലിക്കുകയും ചെയ്യുന്നവന്റെ അടുക്കൽ ഐഹിക ജീവിതത്തിലും പാരത്രിക ലോകത്തിലും സന്തോഷവാർത്തകളുമായി മലക്കുകൾ ഇറങ്ങിവന്ന് അവരെ സമാധാനിപ്പിക്കും. വിശ്വാസികൾക്ക് മാത്രം അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ ആദരവാണ് മലക്കുകളെ കൊണ്ടുള്ള സന്തോഷവാർത്ത. ദുനിയാവിലുള്ള നമ്മുടെ ഇടപാടുകളിൽ മുഴുവൻ വിശ്വസിച്ച ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കാൻ വേണ്ടി മലക്കുകളെ അല്ലാഹു നിയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പരലോകത്ത് വരുമ്പോൾ നിങ്ങൾക്കവിടെ പേടിക്കേണ്ടതില്ല. അവിടെ നിങ്ങൾ ഒന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. നിങ്ങൾ ഇഹലോകത്ത് വിട്ടേച്ചു പോകുന്ന മക്കൾ, കുടുംബങ്ങൾ, അതിനെ സംബന്ധിച്ചും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. കാരണം നിങ്ങൾക്ക് അല്ലാഹുവിന്റെ പ്രത്യേകമായ സഹായമുണ്ട്. സഹോദരങ്ങളെ, ഐഹിക ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയാത്ത പല സഹായങ്ങളും മലക്കുകൾ ചെയ്യുന്നുണ്ട് എന്നാണ് ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യന് സൽക്കർമ്മം ചെയ്യാനുള്ള പ്രേരണ മലക്കുകൾ ചെയ്യുന്നു എന്നുള്ളതാണ്. നല്ല കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രേരണ മലക്കുകൾ നൽകുന്നു. രണ്ട് വിശുദ്ധ ഖുർആന്റെ ആയത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, വിശ്വാസികൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ എത്തുന്ന ദാസന്മാർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പള്ളിയിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വാസികൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നു. ഖബർ ജീവിതത്തിലും പുനരുദ്ധാന ദിനത്തിൽ ഭയങ്കരമായിട്ടുള്ള പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരുന്ന ഘട്ടത്തിലും വിശ്വാസികൾക്ക് മനസ്സമാധാനം നൽകിക്കൊണ്ട് മലക്കുകൾ ഉണ്ടായിരിക്കുന്നു. വിശ്വാസികൾക്ക് മാത്രം കിട്ടുന്ന തൗഫീഖാണത്. അതുപോലെ തന്നെ സ്വർഗത്തിൽ നമ്മൾ ഇച്ഛിക്കുന്ന കാര്യങ്ങളെന്തും, ആവശ്യപ്പെടുന്ന കാര്യങ്ങളെന്തും നമുക്ക് നൽകാൻ വേണ്ടി മലക്കുകളെ അല്ലാഹു നിയോഗിച്ചിട്ടുണ്ട്. കാരുണ്യവാനായി നമുക്ക് പരിചയപ്പെടുത്തപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വേണ്ടി മാത്രം ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം, ആ സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത സ്വർഗാനുഭൂതികൾ, അതാണ് അവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് സന്തോഷവാർത്ത അറിയിക്കാൻ മലക്കുകളെ അല്ലാഹു നിയോഗിച്ചിട്ടുണ്ട്. അപ്പോ
ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 3 രൂപത്തിൽ മലക്കുകൾ സന്തോഷവാർത്ത അറിയിക്കുന്നു. ഒന്ന്, മരണത്തിന്റെ വേള. വിശുദ്ധ ഖുർആൻ നേരത്തെ ഞാൻ ഓതിക്കേൾപ്പിച്ച ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു, ഈ ആയത്തിനെ സംബന്ധിച്ച് പരാമർശിക്കപ്പെടുന്നത് മരണത്തിന്റെ വേളയിൽ മലക്കുകൾ സന്തോഷവാർത്ത അറിയും. പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട, റാഹത്തായിട്ട് മരണത്തെ സ്വീകരിക്കുക, സ്വർഗം ഒരുക്കപ്പെട്ടിട്ടുണ്ട്. 2, ഖബറിൽ ഒരു മണവാളനെ പോലെ ഉറങ്ങിക്കൊള്ളുക എന്ന് ഈ മലക്ക് നമ്മോട് സന്തോഷവാർത്ത അറിയിക്കുന്നുണ്ട് വിശ്വാസിക്ക്. 3ാമതായി പുനരുദ്ധാന ദിവസത്തിൽ സന്തോഷവാർത്ത അറിയിക്കുന്ന മലക്കുകളുണ്ട്. സുഫിയാൻ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലെ, അവിടുന്ന് ശേഷം താങ്കൾക്ക് ശേഷം മറ്റാരോടും ഞാൻ കൂടുതൽ ചോദിച്ചറിയേണ്ടി വരാത്ത ഒരു വാക്ക്, താങ്കൾക്ക് ശേഷം മറ്റൊരാളോടും ചോദിച്ച് കൂടുതൽ വിവരിച്ചറിയാൻ പാടില്ലാത്ത ഒരു വാക്ക് ഇസ്ലാമിനെ കുറിച്ച് താങ്കൾ എനിക്ക് പറഞ്ഞു തരണം. ഇതാണ് അദ്ദേഹം ചോദിച്ചത്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുത്ത മറുപടി, സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. ഖുൽ ആമൻതു ബില്ലാഹി സുമ്മ ഇസ്തഖിം. നീ പറയേണ്ട എന്താണ്? ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് നീ പറയാ, പിന്നീട് നീ ചൊവ്വായി നിലകൊള്ളുക. ആമൻതു ബില്ലാഹ് എന്ന് പറഞ്ഞാൽ പോരാ, പിന്നെ അതിൽ ഇസ്തിഖാമത്ത് നിലനിർത്തുക. പിന്നീട് അദ്ദേഹം ചോദിക്കുകയാണ്, ഏറ്റവും കൂടുതൽ ഞാൻ അള്ളാഹിനെ സൂക്ഷിക്കേണ്ട കാര്യം ഏത് വിഷയത്തിലാണ്? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാവിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നാവിന്റെ കാര്യമാണ് നീ സൂക്ഷിക്കേണ്ടത്. ഒരു വലിയ മെസ്സേജ് സഹോദരങ്ങളെ ഈ സംസാരത്തിൽ നമുക്കുണ്ട്. അതുകൊണ്ട് സദാസമയവും നമ്മെ ഭരിക്കേണ്ടത് പരലോക ചിന്തയായിരിക്കണം. പരലോകത്തെ സംബന്ധിച്ചുള്ള ബോധം, അത് എല്ലാ തരത്തിലുള്ള ഭയത്തിൽ നിന്നും ടെൻഷനിൽ നിന്നും നമുക്ക് മോചനം നൽകുന്നു. അതാണ് സൂറത്തുൽ ബഖറയുടെ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് വയുഖീമൂന അസ്സലാത വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില മിൻ ഖബ്ലിക വബിൽ ആഖിറതി ഹും യൂഖിനൂൻ. 5 കാര്യങ്ങളാണ് തഖ്വ ഉള്ള, സൂക്ഷ്മത പാലിക്കുന്നവരുടെ അടയാളമായിട്ട് ഈ ആയത്തിൽ പരാമർശിച്ചത്. അതിലൊന്ന്, അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുക, ഗൈബിൽ വിശ്വസിക്കുക. അള്ളാഹിനെ നമ്മൾ കണ്ടിട്ടില്ല, പരലോകം നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ ഗൈബിയായിട്ടുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളത്, പ്രാർത്ഥന, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക എന്നുള്ളത്, അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്തിൽ നിന്നും ചിലവഴിക്കുക എന്നുള്ളത്, നിനക്കും നിന്റെ മുൻഗാമികൾക്കും നൽകപ്പെട്ട സന്ദേശങ്ങൾ വിശ്വസിക്കുക, പൂർവികരായിട്ടുള്ള ദൂതന്മാർക്ക് റസൂലുകൾക്ക് നൽകപ്പെട്ട സന്ദേശങ്ങൾ, വഹീകൾ, അത് വിശ്വസിക്കുക, പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുക. ഈ 5 ക്വാളിറ്റീസ് ഒരു സത്യവിശ്വാസിക്ക് വേണം. ഇതിന്റെ കാര്യത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഈ വിശ്വാസം നമുക്കുണ്ടോ? ഭയപ്പാടിന്റെ കാര്യമില്ല സഹോദരങ്ങളെ. 3ാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പിശാചിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നമ്മുടെ കയ്യിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് നമുക്ക് എപ്പോഴും ഓർമ്മ വേണം. അതാണ് തിലാവത്തുൽ ഖുർആൻ, ദുആകൾ, നമസ്കാരം. ഇതൊക്കെ തന്നെ പിശാചിന്റെ കെണിയിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഇത്തരം കാര്യങ്ങൾ ജാഗ്രത പുലർത്തുക, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹുവെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോടും എന്നോടും ഉണർത്തണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. عن عبد الله وأبي موسى قال النبي صلى الله عليه وسلم إن بين يدي الساعة لأياما ينزل فيها الجهل ويرفع فيها العلم ويكثر فيها الحرج والحرج القتل. ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള ഒരു വചനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും അന്ത്യനാളിന് മുമ്പ്
കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിരിക്കും. അന്ത്യനാളിന് മുമ്പ് കുറച്ച് ദിവസം ഉണ്ടായിരിക്കും. അതിൽ അജ്ഞത അവതരിപ്പിക്കപ്പെടും. ജഹാലത്ത്, ജാഹിലുകൾ വിധി പ്രഖ്യാപിക്കുന്ന അവസ്ഥ ഉണ്ടാവും. വിജ്ഞാനം എടുത്തുകളയപ്പെടും. പണ്ഡിതന്മാർ, ഇൽമുള്ള നല്ല പണ്ഡിതന്മാരെ അള്ളാഹു ഇവിടുന്ന് കൊണ്ടുപോകും. ഈ ഖിയാമത്ത് സംഭവിക്കാൻ പോകുന്നതിന് മുമ്പ് സംഭവിക്കുന്ന കാര്യമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുന്നത്. അവസാനം പറഞ്ഞു, വയക്സിറു ഫീഹ അൽ ഹർജ്, അന്ന് ഹർജ് വർദ്ധിക്കും. എന്താ ഹർജ് എന്ന് റസൂല് പറയാണ്? ഹർജ് എന്ന് പറഞ്ഞാൽ കൊലപാതകം. ഇന്ന് നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ തന്നെ ഇതുമായി കണക്റ്റഡാണ്. സഹോദരങ്ങളെ, നമ്മുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടതാണ് എന്നുള്ള ഒരു ബോധം, കുറഞ്ഞ ആയുസ് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തന്നത്. നമ്മെ നിയോഗിച്ചതിൻ്റെ ആത്യന്തിക താല്പര്യം അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ വീടുകളിൽ ഉള്ള നമ്മുടെ മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബാംഗങ്ങൾക്കും ദീനീയ ആയിട്ടുള്ള ശിക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ പിശുക്ക് കാണിക്കും. പണ്ടൊക്കെ പുസ്തകം വായിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു, ക്യാമ്പുകൾ പങ്കെടുക്കാറുണ്ടായിരുന്നു, അറിവിന്റെ വിജ്ഞാനത്തിന്റെ വേദികളിൽ സന്നിധരായി ഇൽമ് പകരുന്ന, ഇൽമിന് സാക്ഷിയാവുന്ന അവസ്ഥ നമുക്ക് ഉണ്ടായിരുന്നു. ഇപ്പം അത് പോയി. ഇപ്പൊ കുട്ടികളൊക്കെ വായിക്കുക എന്നുള്ള ആ സംഗതിയിൽ നിന്ന് എടോ എത്തിയിട്ടുണ്ട്. വായിക്കുന്നില്ല, ഒക്കെ കേൾവിയാണ് അല്ലെങ്കിൽ കാണലാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തെ സംസ്കരിക്കാനും മക്കളെ സംസ്കരിക്കാനും ഓരോരുത്തരും സ്വന്തം പരിശ്രമങ്ങൾ നടത്തണമെന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. മക്കൾ ലഹരിയിലേക്കും തോന്നിവാസങ്ങളിലേക്കും പോകാനുള്ള ബേസിക് റീസൺ, അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് കുടുംബ സംവിധാനത്തിൽ ഉപ്പയും മക്കളും തമ്മിലുള്ള ബന്ധം, ആത്മബന്ധം നഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ആശയവിനിമയം കുടുംബത്തിന്റെ ഇടയിൽ നടക്കണം, മക്കൾ തമ്മിൽ നടക്കണം. മക്കളോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറാൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം. രക്ഷിതാക്കൾ മാറേണ്ടതുണ്ട്. കുട്ടികളല്ല മാറേണ്ടത്, നമ്മളാ മാറേണ്ടത്. കാരണം കുട്ടികൾ മുന്നോട്ടാണ് ഗമിക്കുന്നത്. ഏറ്റവും ആധുനികമായിട്ടുള്ള ടെക്നോളജി, സാങ്കേതിക വിദ്യക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ ബുദ്ധിപരമായും മാനസികമായും കുട്ടികളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ, പരിശീലിപ്പിക്കാൻ, അവർക്ക് തർബിയത്ത് കൊടുക്കാൻ, അവർക്ക് ശിക്ഷണം കൊടുക്കാൻ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സാധിച്ചാൽ മാത്രമേ ഇവിടെ മാറ്റം ഉണ്ടാവുള്ളൂ. കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു, ഭീഷണികൾ വർദ്ധിക്കുന്നു, കുട്ടികളുടെ മനോനില തകരുന്നു. അത്തരത്തിലുള്ള സന്ദേശങ്ങൾ പകരുന്ന സിനിമകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് കുട്ടികളെ ഒരു വില്ലൻ റോളിലായിരിക്കും പ്രവർത്തിക്കുക. അപ്പോൾ അതിനുള്ള പരിഹാരത്താണ് നമ്മൾ ബോധവൽക്കരണം നടത്തേണ്ടത്. നമ്മുടെ സ്വന്തം കുടുംബത്തിലാണ്, സ്വന്തം മക്കളിലാണ്. ഇത് നമ്മൾ നിർത്തിവെച്ചിട്ടുണ്ട്. ശിക്ഷണത്തിന്റെ വടി നമ്മൾ ഒരിക്കലും എടുത്തു വെക്കാൻ പാടില്ല. മക്കൾക്ക് സാരോപദേശങ്ങൾ സന്ദർഭോചിതമായി കൊടുക്കാൻ ഓരോ രക്ഷിതാവും ശ്രദ്ധിക്കണം എന്നാണ് ഖുത്ബയിൽ ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഉൾക്കൊള്ളാനും മാറ്റങ്ങൾ കൊണ്ടുവരാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ച അപാകതകളും തെറ്റുകളൊക്കെ അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. നമ്മുടെ മക്കളെ നല്ല മക്കളായി വളർത്താൻ നമുക്ക് ഓരോരുത്തർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാബ്. توفنا مسلما وألحقنا بالصالحين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وأصحابه أجمعين.